പള്ളിയിലേക്ക് പോകുമ്പോൾ അല്ലാഹുമ്മ ജഅൽ ഫീ ഖൽബി നൂറ വഫീ ലിസാനി നൂറ വഫീ സംഇ നൂറ വഫീ ബസരി നൂറ വമിൻ ഫൗഖി നൂറ വമിൻ തഹ്തി നൂറ വഅൻ യമീനി നൂറ വഅൻ ശിമാലി നൂറ വമിൻ അമാമി നൂറ വമിൻ ഖൽഫി നൂറ വജ്അൽ ഫീ നഫ്സി നൂറ വഅഅദിം ലി നൂറ വഅദ്ദിം ലി നൂറ വജ്അൽ ലി നൂറ വജ്അൽനി നൂറ اللهم أعطني نورا واجعل في عصبي نورا وفي لحمي نورا وفي دمي نورا وفي شعري نورا وفي بشري نورا اللهم اجعلني نورا في قبري ونورا في عظامي وزدني نورا وزدني نورا وزدني نورا وهب لي نورا على نور അല്ലാഹുവേ, എന്റെ ഹൃദയത്തിലും നാവിലും കാതിലും കണ്ണിലും നീ പ്രകാശം നൽകണമേ. എന്റെ മുകളിലും താഴെയും വലതും ഇടതും ഭാഗങ്ങളിലും എന്റെ മുന്നിലും പിന്നിലും നീ പ്രകാശം നൽകണമേ. എനിക്ക് പ്രകാശത്തെ മഹിതമാക്കുകയും അത് മഹത്വപ്പെടുത്തി തരികയും ചെയ്യണമേ. എനിക്ക് പ്രകാശം നൽകുകയും എന്നെ പ്രകാശിതമാക്കുകയും ചെയ്യണമേ. അല്ലാഹുവേ, എനിക്ക് പ്രകാശത്തെ നൽകുകയും എന്റെ ഞരമ്പുകളിലും മാംസത്തിലും രക്തത്തിലും രോമത്തിലും ആ പ്രകാശത്തെ നീ ആക്കുകയും ചെയ്യണമേ. അല്ലാഹുവേ, എന്റെ ഖബറിൽ നീ പ്രകാശം നൽകണമേ. എന്റെ അസ്ഥികളിലും നീ പ്രകാശം തരേണമേ. എനിക്ക് പ്രകാശത്തെ വർദ്ധിപ്പിക്കണമേ. എനിക്ക് പ്രകാശത്തിനുമേൽ പ്രകാശം നൽകണമേ. പള്ളിയിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ ബിസ്മില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി അല്ലാഹുമ്മ ഇന്നി അസ്അലുക മിൻ ഫദ്ലിക അല്ലാഹുമ്മ അസിംനി മിനശ് ശൈത്വാനിർ റജീം. അല്ലാഹുവിന്റെ നാമത്തിൽ, അല്ലാഹുവിന്റെ ദൂതന്റെ മേൽ രക്ഷയും സമാധാനവും ഉണ്ടാകട്ടെ. അല്ലാഹുവേ, നിന്റെ ഔദാര്യത്തിൽ നിന്ന് ഞാൻ ചോദിക്കുന്നു. അല്ലാഹുവേ, ശപിക്കപ്പെട്ട പിശാചിൽ നിന്നും നീ എന്നെ രക്ഷിക്കണമേ. വുളു ചെയ്യുന്നതിനു മുമ്പ് ബിസ്മില്ലാ, അല്ലാഹുവിന്റെ നാമത്തിൽ. വുളുഇൽ നിന്ന് വിരമിച്ചാൽ അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു വഅഷ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വറസൂലുഹു. അല്ലാഹു അല്ലാതെ ആരാധ്യനായി ആരുമില്ലെന്ന് ഞാൻ സാക്ഷ്യം വഹിക്കുന്നു. അവൻ ഏകനും പങ്കുകാരില്ലാത്തവനുമാണ്. നിശ്ചയം മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവന്റെ ദൂതനും ദാസനുമാണെന്ന് ഞാൻ സാക്ഷ്യം വഹിക്കുകയും ചെയ്യുന്നു. സുബ്ഹാനക അല്ലാഹുമ്മ വബിഹംദിക അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക. അല്ലാഹുവേ, നിന്നെ സ്തുതിക്കുന്നതോടൊപ്പം ഞാൻ നിന്റെ പരിശുദ്ധിയെ വാഴ്ത്തുന്നു. നീയല്ലാതെ ആരാധ്യനില്ലെന്ന് ഞാൻ സാക്ഷ്യം വഹിക്കുന്നു. നിന്നോട് പാപമോചനം ചോദിക്കുകയും നിന്നിലേക്ക് ഖേദിച്ചു മടങ്ങുകയും ചെയ്യുന്നു. വീട്ടിൽ പ്രവേശിക്കുമ്പോൾ ബിസ്മില്ലാഹി വലജ്ന വബിസ്മില്ലാഹി ഖറജ്ന വഅലാ റബ്ബിന തവക്കൽന. അല്ലാഹുവിന്റെ നാമത്തിൽ ഞങ്ങൾ പ്രവേശിക്കുന്നു. അല്ലാഹുവിന്റെ നാമത്തിൽ ഞങ്ങൾ പുറപ്പെട്ടു. ഞങ്ങളുടെ നാഥനിൽ ഞങ്ങൾ ഭരമേൽപ്പിച്ചിരിക്കുന്നു. അൽഹംദുലില്ലാഹില്ലദീ ആഫാനി ഫീ ജസദി വറദ്ദ അലയ്യ റൂഹി വഅദിന ലീ ബിദിക്രിഹി. അല്ലാഹുവിന് സർവസ്തുതിയും. അവൻ എന്റെ ശരീരത്തിന് സൗഖ്യം നൽകുകയും എന്റെ ആത്മാവിനെ തിരിച്ചു തരികയും അവനെ സ്മരിക്കാൻ എന്നെ അനുവദിക്കുകയും ചെയ്തിരിക്കുന്നു. അല്ലാഹുമ്മ ജഅൽനി മിനത്ത് തവ്വാബീന വജഅൽനി മിനൽ മുതത്വഹിരീൻ. അല്ലാഹുവേ, ധാരാളമായി പശ്ചാത്തപിക്കുന്നവരിൽ എന്നെ നീ ആക്കേണമേ. ശുചിത്വം പാലിക്കുന്നവരിലും എന്നെ നീ ആക്കേണമേ. ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദ് വഹുവ അലാ കുല്ലി ശൈഇൻ ഖദീർ. സുബ്ഹാനല്ലാഹ് വൽഹംദുലില്ലാഹ് വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അദീം. റബ്ബി ഗ്ഫിർലി. അല്ലാഹുവല്ലാതെ ആരാധ്യനില്ല. അവൻ ഏകനാണ്.
അവന് പങ്കുകാരില്ല. രാജാധിപത്യം അവനാണ്. എല്ലാ സ്തുതിയും അവനാണ്. അവൻ എല്ലാ കാര്യത്തിനും കഴിവുള്ളവനാണ്. അല്ലാഹു എത്ര പരിശുദ്ധൻ! സർവസ്തുതിയും അല്ലാഹുവിനാണ്. അല്ലാഹു അല്ലാതെ ആരാധ്യനില്ല. അല്ലാഹുവാണ് ഏറ്റവും മഹാൻ. പാപത്തിൽ നിന്നുള്ള പിന്മാറ്റവും ആരാധനയ്ക്കുള്ള ശക്തിയും ഉന്നതനും മഹാനുമായ അല്ലാഹുവിനെക്കൊണ്ടു മാത്രമാണ്. നാഥ, എനിക്ക് പൊറുത്തു തരണമേ. ഇത് ചൊല്ലിയവന് അല്ലാഹു പൊറുത്തു കൊടുക്കുന്നതാണ്. പ്രാർത്ഥിച്ചാൽ ഉത്തരം ലഭിക്കുന്നതാണ്. എഴുന്നേറ്റ് വുളുവെടുത്ത് നമസ്കരിച്ചാൽ അത് സ്വീകരിക്കുന്നതാണ്. പുതുവസ്ത്രം ധരിച്ചവനു വേണ്ടിയുള്ള പ്രാർത്ഥന. തുബ്ലി വയുഖ്ലിഫുല്ലാഹു തആല. നീ അത് അണിഞ്ഞ് പഴയതാക്കുക. അല്ലാഹു നിനക്ക് പകരം നൽകട്ടെ. വസ്ത്രം അണിയുമ്പോൾ അൽഹംദുലില്ലാഹില്ലദീ കസാനി ഹാദാ വറസഖനീഹി മിൻ ഗൈരി ഹൗലിൻ മിന്നി വലാ ഖുവ. എന്റെ ഒരു കഴിവും ശക്തിയും കൂടാതെ എനിക്ക് ഈ വസ്ത്രം നൽകുകയും അണിയിക്കുകയും ചെയ്ത അല്ലാഹുവിനാണ് സർവസ്തുതിയും. പുതുവസ്ത്രം ധരിക്കുമ്പോൾ അല്ലാഹുമ്മ ലക്കൽ ഹംദു അൻത കസൗതനീഹി അസ്അലുക മിൻ ഖൈരിഹി വഖൈരി മാ സുനിഅ ലഹു വഅഊദു ബിക മിൻ ശർരിഹി വശർരി മാ സുനിഅ ലഹു. അല്ലാഹുവേ, നിനക്കാണ് സർവസ്തുതിയും. നീയാണ് എന്നെ ഇത് അണിയിച്ചത്. ഇതിന്റെയും ഇത് നിർമ്മിക്കപ്പെട്ടതിന്റെയും നന്മ ഞാൻ നിന്നോട് ചോദിക്കുന്നു. ഇതിന്റെയും ഇത് നിർമ്മിക്കപ്പെട്ടതിന്റെയും തിന്മയിൽ നിന്ന് നിന്നോട് ഞാൻ അഭയം തേടുകയും ചെയ്യുന്നു. വസ്ത്രം അഴിക്കുമ്പോൾ ബിസ്മില്ലാ, അല്ലാഹുവിന്റെ നാമത്തിൽ. വിസർജന സ്ഥലത്ത് പ്രവേശിക്കുമ്പോൾ ബിസ്മില്ലാഹി അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ ഖുബസി വൽ ഖബായിസ്. അല്ലാഹുവിന്റെ നാമത്തിൽ. അല്ലാഹുവേ, എല്ലാ മാലിന്യങ്ങളിൽ നിന്നും പിശാചുക്കളിൽ നിന്നും നിന്നോട് ഞാൻ കാവൽ ചോദിക്കുന്നു. ഉറക്കിൽ നിന്ന് ഉണരുമ്പോൾ ചൊല്ലേണ്ട ദിക്റുകൾ. അൽഹംദുലില്ലാഹില്ലദീ അഹ്യാനാ ബഅദമാ അമാതനാ വ ഇലൈഹിൻ നുശൂർ. നമ്മെ മരിപ്പിച്ച ശേഷം ജീവിപ്പിച്ച അല്ലാഹുവിനാണ് സർവസ്തുതിയും. അവങ്കലേക്കാണ് നമ്മുടെ പുനർജന്മം. മുഹമ്മദ് മുസ്തഫ അങ്ങെന്താ സൂര്യനോ പൂവേ അതുമല്ലും നീലാവോ സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. സ്വലാത്ത് നമ്മുടെ ഊർജ്ജമാകണം, ആവേശമാകണം. ഉബയ്യ് ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹുവിനോട് നബി തങ്ങൾ ഓർമ്മപ്പെടുത്തിയതുപോലെ അപ്പോൾ നമ്മുടെ പ്രതിസന്ധികൾക്ക്, പ്രയാസങ്ങൾക്ക് പരിഹാരമാകും. നമ്മുടെ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടും. പ്രയാസങ്ങൾക്ക് നടുവിൽ ഉഴലുന്ന മനുഷ്യനുള്ള ആവേശം, അവന്റെ ആലംബം അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മേലിലുള്ള സ്വലാത്താണെന്ന് അറിവുള്ള ഈ സദസ്സിന് മുമ്പിൽ ഒന്നുകൂടി അത് ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടുത്തോടുള്ള ഹുബ്ബിന്റെ പേരിലായി നമ്മുടെ സ്വലാത്തിനെ സ്വീകരിക്കുമാറാകട്ടെ. ആ സ്വലാത്തുകളുടെ ബറക്കത്ത് കൊണ്ട് നമ്മുടെ ജീവിതത്തിൽ സകലമാന ഐശ്വര്യങ്ങളും സകലമാന നന്മകളും അല്ലാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഞാൻ പറഞ്ഞു വന്നത്, എന്റെ പ്രിയപ്പെട്ടവരെ, ദുനിയാവിനെ അങ്ങനെ നാം കാണാൻ പാടുള്ളൂ. ദുനിയാവ് അതായിരിക്കണം നമ്മുടെ ചിന്തയിൽ. നഷ്ടപ്പെടാനുള്ളതാണെന്ന ബോധത്തോടുകൂടിയാണ്, തീരാനുള്ളതാണെന്ന ആഗ്രഹത്തോടുകൂടിയാണ്, ഇത് കഴിഞ്ഞു പോകുമെന്ന ഉദാത്തമായ ഉറച്ച വിശ്വാസത്തോടെയാണ് ദുനിയാവിനെ നാം കാണേണ്ടത്. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനോട് ഒരിക്കൽ പറഞ്ഞു, ദുനിയാവിനെ തേടിപ്പോകുന്നവൻ ദുനിയാവിലെ ജീവിതത്തെ ശാശ്വതമാണെന്ന് കരുതിയിട്ട് അതിന്റെ പിന്നാലെ പോകുന്ന മനുഷ്യൻ
നരകവാസികളുടെ നായ്ക്കളെ പോലെയാ, നരകവാസികളുടെ നായ്ക്കളെ പോലെ റെക്കോർഡ് ചെയ്ത് അത് യൂട്യൂബിലൂടെ വൈകാതെ ഇസ്ലാമിക് ഗാലറി എന്ന സൈറ്റിലൂടെ അത് നിങ്ങൾക്ക് നെറ്റിൽ ലഭ്യമാണ് എന്ന കാര്യം സാന്ദർഭികമായി സൂചിപ്പിക്കുകയാണ്. അങ്ങനെ ഒരുപാട് പ്രഭാഷണങ്ങൾ ആ സൈറ്റിൽ കൊടുത്തിട്ടുണ്ട്. അതിനുവേണ്ടി പ്രവർത്തിക്കുന്ന സമയം